ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇതുവരെയും കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലേ? എങ്കിൽ ഓടി വായോ, ഈ റെസിപ്പി യാതൊരു തരത്തിലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. തയ്യാറാക്കി നോക്കിയാലോ? അരി അരയ്ക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. അരിപ്പൊടി ഉണ്ടോ? നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുന്നുണ്ടേ. പച്ച തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 4-5 ഏലക്കായും കൂടി ചേർത്തിട്ട് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കില്ലേ, ആ അരിപ്പൊടി തന്നെയാണ്, പുട്ടുപൊടിയല്ല കേട്ടോ. ആ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. പല പൊടികൾക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തപ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള ബാറ്ററായിരുന്നേ. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ചില പാക്കറ്റ് പൊടികൾക്ക് വെള്ളം വളരെ കുറച്ച് മതിയാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ടൈറ്റായി പോകാനോ ഒരുപാട് ലൂസായി പോകാനോ പാടില്ല. വെള്ളത്തിൻ്റെ അളവാണ് നമ്മുടെ കലത്തപ്പം എപ്പോഴും പെർഫെക്റ്റ് ആക്കി വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു 1.5 കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് അലിയിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് ഒറ്റനൂൽ പരുവാക്കുകയോ അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല. ഇതങ്ങോട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ അങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ബാറ്ററിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക. ശർക്കരയിൽ ചിലപ്പോൾ മണ്ണൊക്കെ കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് വേറൊരാളുടെ സഹായം തേടുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ഇത് മിക്സ് ചെയ്യാനായിട്ട് വേറൊരു ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ സൈഡിലേക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മുടെ ബാറ്ററിനെ ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നല്ല അടി കട്ടിയുള്ളൊരു പാനോ അല്ലെങ്കിൽ കുക്കറോ, 5 ലിറ്ററിൻ്റെ കുക്കർ എടുക്കണം കേട്ടോ. 3 ലിറ്ററിൻ്റെ കുക്കറാണെങ്കിൽ 2 തവണയായിട്ട് കുക്ക് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ വലിയൊരു അടി കട്ടിയുള്ള നല്ലൊരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 പിടി തേങ്ങാക്കൊത്തും 1 പിടി ചെറിയ ഉള്ളിയും, ഒരു 6-7 അത്യാവശ്യം വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ. അതിനെ വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അവിടെ നിന്ന് മുരിഞ്ഞു വരട്ടെ. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡ കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഫോർക്കോ സ്പൂണോ അങ്ങാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിലയിടത്ത് ബേക്കിംഗ് സോഡ മെൽറ്റ് ആകാതെ കിടക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളിയും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ലിഡ് വെച്ച് മൂടുക. പിന്നെ ലിഡിൽ ഹോൾസ് ഉണ്ടെങ്കിൽ അതും കവർ ചെയ്യണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കലത്തപ്പം കുക്കായി കിട്ടും. പിന്നെ ഈ നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം വരും. ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അത്യാവശ്യം ഒന്ന് ചൂട് കുറയണം. എന്നാലും എനിക്ക് ആ ചൂട് മാറാനുള്ള ഒരു ക്ഷമ കിട്ടിയില്ല. അതുകൊണ്ട് ഞാനതിനെ ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.